അംഗനവാടിയിലൊരു ടീച്ചർ, വിവരവും വിദ്യാഭ്യാസവുമുള്ള ഒരു ടീച്ചർ ഒരു കുഞ്ഞ് അംഗനവാടിയിൽ യൂറിൻ പാസ് ചെയ്തതിന് മുട്ടിന് താഴേക്ക് അടിച്ച് കുഞ്ഞിനെ പരിക്കേൽപ്പിക്കുന്ന ഒരു സാഹചര്യം, അത് നമ്മളെല്ലാവരും ന്യൂസ് കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ന്യൂസുകൾ ഇതിപ്പോൾ ഒന്ന് രണ്ട് കേസൊന്നുമല്ല, ഒരുപാട് നാളായിട്ട് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ പുതിയ അധ്യയന വർഷമൊക്കെ തുടങ്ങാൻ പോകുന്നു. ഇനി അടുത്ത അരങ്ങുകളൊക്കെ ഇങ്ങനെ തന്നെ നടക്കും. അപ്പോൾ ഇത്തരം വിഷം നിറഞ്ഞ മാനസികാവസ്ഥ പിടിച്ചവരെ ഒന്നും ഏറ്റവും ഈ നഴ്സറി എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും ആ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസ ജീവിതത്തിലെ ഏറ്റവും ഫൗണ്ടേഷനാണ്. ആ ഫൗണ്ടേഷനാണ് ഈ ഡാമേജ് പറ്റുന്നതെന്ന് ഓർക്കണം, ഇങ്ങനെയുള്ള വൃത്തികെട്ട സ്ത്രീകൾ കാരണം. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെയൊക്കെ എൻ്റെ മോളെയൊക്കെ കൊണ്ടുപോയി ആക്കിയത് അവളെ 3.5 വയസ്സിൽ തന്നെ LKG പ്രീ KG ആക്കിയതാണ് അവിടെ. കാരണം ഇവിടെ അങ്ങനെ കുട്ടികളാരും ഇല്ല, അവൾക്ക് കളിക്കാനാണെങ്കിലും വേറെ കൂട്ടൊന്നുമില്ല. അപ്പോൾ വലിയ സന്തോഷമായിരുന്നു കുഞ്ഞിന് സ്കൂളിൽ പോകാനായിട്ട്. അവിടെ ആണെങ്കിൽ ടീച്ചേഴ്സിൻ്റെയൊക്കെ പറയാതിരിക്കാൻ വയ്യ, അവിടെ നല്ല കെയറിങ് ആണ്. ആയാണെങ്കിലും നല്ല കെയറിങ് ആണ്, യാതൊരു പ്രശ്നമില്ല. ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അവർ പറയും കേട്ടോ, അവർ നമ്മൾ വിടുന്ന സമയത്ത് തന്നെ അവർ സ്കൂളിൽ നിന്ന് പറയും കുട്ടികളുടെ ബാഗിൽ 2 പാൻറ്റീസ് കൂടി കൂടുതൽ വെച്ചിരിക്കണം എന്ന് പറയാം. എന്താണെന്ന് വെച്ചാൽ ആവശ്യം ഉണ്ടാവുക. അല്ലാതെ ഇവളെ പോലെയൊക്കെ കുഞ്ഞ് യൂറിൻ പാസ് ചെയ്തെന്ന് പറഞ്ഞാൽ അടിക്കുകയല്ല, എങ്കിൽ പിന്നെ അവരോട് പാസ് ചെയ്യാൻ പറ. കുട്ടികളല്ലാതെ പിന്നെ ടീച്ചേഴ്സാവും. കുട്ടികളെന്ന് പറഞ്ഞാൽ അവർ കുട്ടികളാണ്, അവരുടേതായ ചില രീതികളൊക്കെ അതൊക്കെ കഴിഞ്ഞ് തന്നെ അവർ വളർന്നു വരുന്നത്. അത്ര പോലും വിവരമില്ലാത്തവരെയൊക്കെ ഇവളുമാരുടെയൊക്കെ മുഖം കാണിക്കാത്ത എന്താണെന്നാണ് ആലോചിക്കുന്നത്. ഇവരുടെയൊക്കെ മുഖം കാണിക്കണം, മുഖം കാണിച്ചാലല്ലേ മറ്റുള്ളവർക്ക് അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ നാറിത്തരത്തിനും ചെയ്യാൻ നിൽക്കരുത്, മനസ്സിലായോ? ഇനി ഒരിടത്ത് ഇതിനെയൊന്നും ടീച്ചറായിട്ട് കയറ്റരുത്. വേറെ വല്ല പണിക്കും ചുമടെടുക്കാനും പോട്ടെ, അതാണ് നല്ലത്. ഇങ്ങനെയുള്ളവരൊക്കെ ടീച്ചർ സ്ഥാനം ഒഴിഞ്ഞിട്ട് കൈക്കരുത്ത് കൂടുതലുള്ള വിഷം പിടിച്ചവരൊക്കെ വല്ല കൂലിപ്പണിക്കും പോകണം. അവിടെ പോയി കൈക്കരുത്ത് കാണിച്ച് പൈസ ഉണ്ടാക്കണം. അല്ലാതെ കുട്ടികളെ തല്ലിയല്ല, സുഖമായിട്ട് കസേര കയറി ഇരിക്കാമെന്ന് വിചാരിച്ചായിരിക്കും വന്നത്. കുട്ടിയെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് തുടയ്ക്കണം, അതിനും കൂടി ഉത്തരവാദിത്വമുണ്ട്. ആയാണെങ്കിലും ടീച്ചറാണെങ്കിലും ആർക്കും ചെയ്യാം. കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് കയറിയിരിക്കുമ്പോൾ ഇതെല്ലാം ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ തുടച്ചും കൊടുക്കേണ്ടി വരും, എല്ലാം ചെയ്യേണ്ടി വരും. എൻ്റെ മോളുടെയൊക്കെ ടീച്ചേഴ്സൊക്കെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പറയുന്നത്, നല്ല അച്ചടക്കവും നല്ല രീതിയിലുള്ള കെയറിങ് ആണ് അവിടെ നിന്ന് കിട്ടുന്നത്. അത് പ്രത്യേകം പറയാതിരിക്കാൻ വയ്യ. അവിടെ ആയമാരുടെ ഒരു സപ്പോർട്ട്, അവൾ തുടക്കത്തിൽ ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പിന്നീട് മാറി. പക്ഷേ അവരൊരു ബുദ്ധിമുട്ട് ഇവർ പറഞ്ഞിട്ടില്ല. അവർ പറയും 2 പാൻറ്റീസ് കൂടി നമ്മൾ ബാഗിൽ ക്യാരി ചെയ്യണം. അതെന്തിനാ പറയുന്നത്? ഇവളെ പോലെയൊക്കെ ഉള്ളവരാണെങ്കിൽ മുട്ടടിച്ച് വിട്ടാൽ പോരെ, മുട്ടടിച്ചൊടിച്ച് വിടുമല്ലോ. കഷ്ടം തന്നെ. ഇവറ്റകളെ പോലുള്ള ഗണങ്ങളെ വിളിക്കാവുന്ന നല്ല ഒന്നാന്തരം പേരാണ് വിവരവും വിദ്യാഭ്യാസവുമുള്ള വിഷജന്തുക്കൾ. ഇങ്ങനെ വിളിക്കാം.